ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ശ്രീരാമനവമിയെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. നാളെ ശ്രീരാമനവമിയാണല്ലോ. അപ്പോൾ ശ്രീരാമസ്വാമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ത്രേതായുഗത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും അല്ലേ. കൗസല്യ ദേവിയുടെയും ദശരഥ മഹാരാജാവിൻ്റെയും പുത്രനാണ് ശ്രീരാമസ്വാമി. പുത്രനായാണ് ശ്രീരാമസ്വാമി ഭൂമിയിൽ അവതാരമെടുക്കുന്നത് എന്നുള്ള കാര്യം എന്നേക്കാൾ കൂടുതൽ എൻ്റെ ഫ്രണ്ട്സായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ത്രേതായുഗം എന്ന് പറയുന്നത് അതുപോലെ ശ്രേഷ്ഠമായ ഒരു യുഗമാണല്ലേ. ത്രേതായുഗത്തിന് മുമ്പുള്ള കൃതയുഗത്തിലാണ് അമൃത് കടയുന്നതും അതുപോലെ തന്നെ അമൃതിൽ നിന്ന് രാഹുവും കേതുവും പ്രത്യക്ഷപ്പെടുന്നതും അവർക്ക് രൂപമില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ ഭഗവാൻ ശ്രീരാമസ്വാമി പറയുന്നു, നിങ്ങളെ ഞാൻ എൻ്റെ അമ്പും വില്ലുമാക്കാം. പിന്നീട് അമ്പും വില്ലിൻ്റെയും രൂപത്തിൽ ശ്രീരാമസ്വാമിയോടൊപ്പം ഇരുന്ന് രാവണനെ നിഗ്രഹിക്കുന്ന സമയത്ത് ഉതകുന്നത് ഈ രാഹു കേതുക്കളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ശ്രീരാമ പൂജ എന്ന് പറയുന്നത് എത്ര ശ്രേഷ്ഠമായ പൂജയാണ് എന്ന് എല്ലാവർക്കും ഇതിനോടകം തന്നെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ശ്രീരാമസ്വാമി എന്ന് പറയുമ്പോൾ ഉത്തമ പുരുഷനായാണ് എല്ലാവരും ആദരിക്കുന്നത് അല്ലെ. പ്രജാതൽപരനായ രാജാവ്, അതുപോലെ തന്നെ സഹോദരന്മാരെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ആ സാഹോദര്യ ബന്ധത്തിൻ്റെ മഹിമ, അതുപോലെ തന്നെ എല്ലാ രീതിയിലും ശ്രേഷ്ഠമായ ഒരു അവതാരമാണ് ശ്രീരാമസ്വാമി എന്ന് പറയുന്നത്. ശ്രീരാമനാമം പറയാത്ത ഒരു ഹിന്ദു ഭവനം പോലും നമ്മുടെ ഇടയിലുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപൂർവം വീടുകളിൽ മാത്രമേ ഉള്ളൂ അല്ലേ രാമനാമത്തിന് പ്രസക്തിയില്ലാത്ത ഭവനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ ശ്രീരാമനാമമുണ്ടോ ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല, ഒരിക്കലും ദുഃഖമുണ്ടാകില്ല എന്നാണ് പറയുന്നത്. ഈ പറയുന്നതിനർത്ഥം നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകില്ലെന്നോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് സുഖപ്രദമായിരിക്കുമെന്നോ അല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് നിരന്തരമായ ഒരു ദാരിദ്ര്യവും അതുപോലെ തന്നെ വിട്ടുമാറാത്ത അസുഖങ്ങളും വിട്ടുമാറാത്ത പ്രയാസങ്ങളും നമ്മളെ അലട്ടില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളത് കേട്ടോ ഫ്രണ്ട്സ്. ഇത് വളരെ തുച്ഛമായ ഒരു അറിവാണ് എനിക്ക് ശ്രീരാമസ്വാമിയെക്കുറിച്ചുള്ളത് എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്. ഒരറിവും നമുക്ക് കൂടുതലല്ല. അതായത് നമുക്ക് കൂടുതൽ അറിവുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്താണ് നമ്മുടെ തകർച്ച തുടങ്ങുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഓരോ ഫ്രണ്ട്സ് ക്ഷമിക്കുക. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ഫ്രണ്ട്സിനും ലൈക്കായും ഷെയറായും അതുപോലെ ഞാനിടുന്ന ഷോർട്സിനെയും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ ഫ്രണ്ട്സിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. അതെന്നും ഈ മനസ്സിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും ഞാൻ ഈ ശ്രീരാമനവമി നാളിൽ പ്രാർത്ഥിക്കും. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഏത് പൂജയും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം ശ്രീരാമനവമി സമയത്ത് ട്രിവാൻഡ്രത്ത് ശ്രീരാമസ്വാമിയുടെ ഒരു ക്ഷേത്രം നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ശ്രീ പത്മനാഭ ടെമ്പിളിൻ്റെ അടുത്തുണ്ട്. അവിടെ ഒരു പുരാതനമായ ശ്രേഷ്ഠമായ ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രമാണ്. അവിടെ വിശേഷാൽ വിധിയിലുള്ള പൂജകളും കാര്യങ്ങളും ഒക്കെ ശ്രീരാമനവമി നാളിൽ നടക്കാറുണ്ട്. അപ്പോൾ ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ തിഥിയും പൂയം നക്ഷത്രവും ഒത്തിണങ്ങുന്ന ഏപ്രിൽ 6-ാം തീയതിയാണ് ശ്രീരാമനവമി എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ പൂജാരി എന്ന് പറയുന്നത് നമ്മൾ ഏത് അർച്ചന കൊടുത്താലോ അല്ലെങ്കിൽ നമ്മുടെ ഏത് പൂജാവിധിയാണെങ്കിലും നമ്മൾ പറയുന്നതിനേക്കാൾ ഒരുപടി മുകളിൽ നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് പൂജ ചെയ്തു തരുന്ന ഒരു പൂജാരി കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ സമയം ഓർമ്മിക്കുകയാണ്. അപ്പോൾ പിന്നെ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഞാൻ വീണ്ടും നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി നന്ദി അറിയിക്കുന്നു കേട്ടോ. തുടർന്നും ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട സമയവും നിങ്ങളുടെ മനസ്സുമാണല്ലോ അതിൻ്റെയൊക്കെ പിന്നിലുള്ളത് എന്ന് ഓർക്കുമ്പോൾ ഞാൻ വളരെയധികം മനസ്സുകൊണ്ട് സന്തോഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി പറയാനുള്ളത് ശ്രീരാമ ജയം എന്നുള്ളത് 108 പ്രാവശ്യം നമുക്ക് എഴുതി ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടുത്തെ പൂജാരിയോട് അനുവാദം ചോദിച്ചതിന് ശേഷം ക്ഷേത്ര ഭണ്ഡാരത്തിൽ നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ്. ചില ക്ഷേത്രങ്ങൾ അതിന് അനുമതി തരുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ ചോദിച്ചതിന് ശേഷം മാത്രം അങ്ങനെ ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി വയ്ക്കുക. ഏതെങ്കിലും നദികളോ
അതുപോലെ കടലോ ഒക്കെ കാണുമ്പോൾ നമുക്ക് അവിടെ ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ നമുക്ക് നിക്ഷേപിക്കാം. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് മാത്രമേ നമ്മളത് നിക്ഷേപിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ 108 പ്രാവശ്യം ശ്രീരാമ ജയം എന്ന് എഴുതുക. ഇതുവരെ എഴുതി തുടങ്ങിയിട്ടില്ലാത്തവർക്കും ശ്രീരാമനവമി നാളിൽ അത് തുടങ്ങാം. അതിനായി സെപ്പറേറ്റ് ആയിട്ടൊരു നോട്ട്ബുക്ക് വെച്ച് നമ്മൾ ശ്രീരാമജയം ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുക. എഴുതി 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 കൂടുതൽ എത്രത്തോളം എഴുതുന്നു അത്രത്തോളം നമ്മുടെ ജീവിതം ശ്രേഷ്ഠതയിലേക്ക് പോകും. ശ്രേഷ്ഠത എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ദാരിദ്ര്യമില്ലാത്ത അവസ്ഥ, രോഗമില്ലാത്ത അവസ്ഥ, അതുപോലെ തന്നെ മനസ്സുഖമുള്ള അവസ്ഥ. ഇത് മൂന്നുമാണല്ലോ ഒരു മനുഷ്യന് വേണ്ടത്. ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. ജോലി ചെയ്താൽ നമ്മുടെ കയ്യിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സാമ്പത്തികം കിട്ടും. അതുപോലെ നമുക്ക് ജീവിക്കാൻ അനുയോജ്യമായ പൈസ മാത്രമാണല്ലോ നമുക്ക് വേണ്ടത്, അല്ലേ? അപ്പോൾ ഇതെല്ലാം ശ്രീരാമസ്വാമിയുടെ എന്തൊക്കെ കാര്യം പറഞ്ഞാലും നമുക്കൊരിക്കലും തീരില്ല. ഞാൻ ഇപ്രാവശ്യം തൃപ്രയാർ ഗുരുവായൂർ പോയപ്പോൾ തൃപ്രയാർ ക്ഷേത്രത്തിൽ പോയിരുന്നു. അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അവിടെ ഭയങ്കര ഇരുട്ട് വീണ സമയത്താണ് ഞാൻ എത്തിയത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള വീഡിയോ ഒന്നും എനിക്കവിടെ എടുക്കാൻ കഴിഞ്ഞില്ല. 1-2 ക്ലിപ്പിങ്സ് മാത്രമാണ് എടുത്തത്. പക്ഷേ ഭഗവാനെ അവിടെ ദർശിക്കാൻ കഴിഞ്ഞു. അതെൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത ഒരു ദിവസമാണ് തൃപ്രയാർ ദർശനം. അത് വളരെ നാളായി ഞാൻ ആഗ്രഹിച്ച് നേടിയ ഒരു പുണ്യമാണ് എന്ന് വിശ്വസിക്കുന്നു. അവിടെ പോയപ്പോഴും ഞാൻ നിങ്ങൾ ഓരോ ഫ്രണ്ട്സിന് വേണ്ടിയും പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ 108 ഏലക്ക നമുക്ക് കൊരുത്ത് മാലയുണ്ടാക്കി ഭഗവാനെ ചാർത്താം. അതല്ലെങ്കിൽ തുളസിമാല ചാർത്താം. നമ്മുടെ കയ്യിലുള്ള ഏത് പൂജാദ്രവ്യങ്ങളും ചാർത്താം. പാൽപ്പായസം ഭഗവാന്റെ ഇഷ്ട നൈവേദ്യമാണ്. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇവിടെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അടുത്തുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പോയി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ പുരുഷ സൂക്ത പുഷ്പാഞ്ജലിയോ അതല്ലെങ്കിൽ താമര കൊണ്ട് കെട്ടിയ മാലയോ താമരമാലയോ ഒക്കെ നമുക്ക് ചാർത്താം. ഭസ്മം അതും ഭഗവാന് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഓരോന്നിനും ഓരോ പ്രത്യേകതകളാണ്. ഓരോന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഓരോരോ പ്രത്യേകതകളാണ്. ഇനി ഒരു പൂജാദ്രവ്യവും നമ്മൾ ഭഗവാന് സമർപ്പിക്കാതെ നമ്മളെ മനസ്സുകൊണ്ട് മാത്രം നമ്മുടെ വീട്ടിലിരുന്ന് ഭഗവാനെ സ്മരിച്ചാലും ഭഗവാന്റെ നാമങ്ങൾ പറഞ്ഞാലും നമുക്ക് ഭഗവാൻ ആവശ്യത്തിൽ കൂടുതലുള്ള അനുഗ്രഹങ്ങൾ ചൊരിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീരാമജയം 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 എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചെയ്ത പാപത്തിൻ്റെ പകുതി പാപവും നമ്മുടെ മനസ്സിൽ നിന്ന് കഴുകിപ്പോയി എന്നാണ് അർത്ഥം. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ ശ്രീരാമസ്വാമി എവിടെയുണ്ടോ അവിടെ ഹനുമാൻ സ്വാമി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ സ്മരിച്ചാൽ അവിടെ ശ്രീരാമസ്വാമിയും, ശ്രീരാമസ്വാമിയെ ഭജിച്ചാൽ അവിടെ ഹനുമാൻ സ്വാമിയും പ്രത്യക്ഷപ്പെടും. ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സദാ രാമനാമം ഉരുവിടുക. അതുപോലെ തന്നെ വ്രതമെടുക്കാൻ കഴിയുന്നവർ അതിൻ്റെ രീതിയിൽ എടുക്കുക. അവരവരുടെ ആരോഗ്യസ്ഥിതിയെ മുൻനിർത്തി മാത്രമാണ് വ്രതങ്ങൾ കൈക്കൊള്ളേണ്ടത്. പക്ഷേ ശുദ്ധിയും മനഃശുദ്ധിയും നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു വ്രതചര്യയാണ്. അപ്പോൾ ഏതാണ് നമുക്ക് അനുയോജ്യമായത് അത് നമ്മൾ ചെയ്യുക. നമ്മുടെ കയ്യിൽ ഒരു തുളസി ദളം മാത്രമേ ഉള്ളുവെങ്കിൽ അത് ഭഗവാന്റെ ഫോട്ടോയിലോ അല്ലെങ്കിൽ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പൂജകൾ ചെയ്ത് നമ്മുടെ ആഗ്രഹ സാഫല്യം നേടാം. മനസ്സിൻ്റെ സുഖമാണ് ഓരോ പൂജയിലും നമ്മൾ ലക്ഷ്യമാക്കുന്നത്. എല്ലാവർക്കും ഭഗവാൻ ആയുസ്സും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും മനസ്സമാധാനവും തന്ന്, ഞാൻ സമ്പൽ സമൃദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗമില്ലാത്ത അവസ്ഥയും ദാരിദ്ര്യമില്ലാത്ത അവസ്ഥയുമാണ്. അപ്പോൾ അതെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ശ്രീരാമനവമി ആശംസകൾ. അപ്പോൾ വീണ്ടും കാണാം. ലവ് യു ഓൾ.